നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് ഓഫ് ദിസ് സീസൺ സോ ഫാർ, ആർസണൽ അങ്ങനെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയിരിക്കുന്നു. 2025-2026 സീസണിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആർസണൽ. ഹ്യൂജ് കൺഗ്രാജുലേഷൻസ് ആ ടീമിനും ടീമിൻ്റെ ഫാൻസിനും എല്ലാവർക്കും ഒരു ഹെവി കൺഗ്രാജുലേഷൻസ് ആദ്യം തന്നെ പറയട്ടെ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ചാനൽ ഇതിൻ്റെ അകത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് ഡേറ്റാസ് കളക്ട് ചെയ്യുക, പല ആർട്ടിക്കിൾസ് വായിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പിന്നെ അതിനുശേഷം വീഡിയോ ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷമാണ് ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം കുറച്ച് പണിപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആ ഒരു കാരണത്താൽ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് സഹായിക്കുക. പിന്നെ ചാനൽ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദി ഷോ. ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആർസണൽ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആകുന്നത്. അപ്പോൾ ഈ ഒരു വിജയത്തിൻ്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് അവരുടെ കോച്ച് മിക്കേൽ ആർട്ടറ്റ തന്നെയാണ്. പ്ലെയേഴ്സിൻ്റെയും പിന്നെ ബാക്കിയുള്ള സ്റ്റാഫിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നല്ലൊരു ശതമാനം ഉണ്ടെങ്കിൽ പോലും ഇതൊരു ബിൽഡപ്പ് തന്നെയായിരുന്നു. കുറച്ച് വർഷങ്ങളെടുത്ത് പണിഞ്ഞ് ഏറ്റവസാനം ഒരു രൂപം ഉണ്ടാക്കിയെടുത്ത ഒരു ശില്പിയെ പോലെ തന്നെയാണ് ആർട്ടറ്റ ഈ ഒരു സംഭവം ചെയ്തത് തന്നെ. അപ്പോൾ നമുക്കിതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു പ്രൂവൺ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് ആർസണൽ ആർട്ടറ്റനെ 2019 സീസണിൽ കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് പെപ് ഗാർഡിയോളയുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് കാര്യമാണ് ആർട്ടറ്റയ്ക്ക് ഉണ്ടായിരുന്നത്, അതും മാൻ സിറ്റിയിൽ. അതിനു മുമ്പ് ആർസണൽ ടീമിൻ്റെ ഒരു പ്ലെയറായിട്ട് ആർട്ടറ്റ കളിച്ചിട്ടുമുണ്ട്. അപ്പം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാനേജറിയൽ എക്സ്പീരിയൻസ് ഒട്ടും ഇല്ലാതിരുന്ന ഒരു വ്യക്തിനെയാണ് ആർസണൽ മാനേജ്മെൻറ്റ് 2019 ഈ ഒരു ജോലി ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇതേ ആർസണൽ പോലുള്ള ഒരു വലിയ ടീമിനെ എങ്ങനെയാണ് ഈ ഒരു കോച്ചിന്, ഒരു പ്രൂവൺ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കോച്ചിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള വലിയ ചോദ്യം എല്ലാവരും റേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷം നടന്നതെന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ആദ്യത്തെ സീസണിലൊക്കെ 8ാം സ്ഥാനമൊക്കെ ആയിരുന്നു ആർസണലിനുണ്ടായിരുന്നത്. അതിനുശേഷമാണ് അവർ ഗ്രാജുവലി പതുക്കെ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സംഭവം എന്ന് വെച്ച് പറഞ്ഞാൽ, അത് ലൈക്ക് ഒരു മാനേജ്മെൻറ്റ് ഒരു കോച്ചിൽ വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും മാനേജ്മെൻറ്റ് വിചാരിച്ചു, ഓക്കെ, ഈ കോച്ച് മതി. ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ പ്രാവശ്യം ആർട്ടറ്റ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ആർസണൽ ഫാൻസ് നിലവിളി മുഴക്കിയിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ ആണെങ്കിലും മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്ത് നോ, വി വിൽ സ്റ്റിക്ക് വിത്ത് ആർട്ടറ്റ, ഒരു പ്ലാനാണ് എന്നുള്ള നിലയ്ക്കാണ് നിന്നത്. പിന്നെ അതിനുശേഷം പതുക്കെ ഗ്രാജുവലായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സിറ്റിയും ലിവർപൂളും തമ്മിലാണ് ഈ ഒരു മത്സരം. ഫസ്റ്റിനും സെക്കൻഡ് ആ ഒരു പൊസിഷനിൽ ഫസ്റ്റിന് വേണ്ടിയിട്ടുള്ള അടി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ളതാണ്. അപ്പോൾ ആർസണൽ ഈ ഒരു പിക്ചറിലേക്ക് പതുക്കെയാണ് കയറി വരുന്നത്. പതുക്കെ കയറി വന്ന് ഇവർ മാറി ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നതിൻ്റെ ഒരു കൂട്ടത്തിൽ നിന്നും പതുക്കെ ആർസണൽ ആ ഒരു പൊസിഷനിലേക്ക് കയറി വരുന്നു. സെക്കൻഡ് പൊസിഷനിലേക്ക് കഴിഞ്ഞ 3 സീസണിൽ എത്തുന്നു. പിന്നെ അതിനുശേഷം ഈ സീസൺ ആയപ്പോൾ അവിടെ നിന്നും ഒരുപടി കയറി ചാമ്പ്യൻസ് ആകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മളിവിടെ കാണേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി ഫോർ എ മാനേജ്മെൻറ്റ്. അത് ഇതണക്ക് ചാമ്പ്യൻസ് എത്രയോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർക്ക് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഓക്കെ ഫൈൻ, ഇത്രയും ട്രൈ ചെയ്തു, ഇനി അപ്പുറത്തേക്കില്ല, ആർട്ടറ്റയുടെ ലെവൽ എത്തിക്കഴിഞ്ഞു, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ നമുക്കൊരു ചാമ്പ്യൻഷിപ്പ് വിന്നിങ് കോച്ചിനെ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്തയോടുകൂടി അവർക്കത് സമീപിക്കായിരുന്നു. പക്ഷെ അതല്ല, അവർ വിശ്വാസം കീപ്പ് ചെയ്തിട്ട് ആർട്ടറ്റയിൽ തന്നെ അതുമായിട്ട് അങ്ങ് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. സോ അവർ ഇപ്പോൾ റിവാർഡ് റീപ്പ് ചെയ്തിരിക്കുന്നു. പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും എത്തി നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദേ ഹാവ് ഗോട്ട് എ ഹൈ ചാൻസ് ഒരു മേജർ ഡബിൾ അടിക്കാനായിട്ടുള്ള, പ്രീമിയർ ലീഗും പിന്നെ ചാമ്പ്യൻസ് ലീഗും അടിക്കാനായിട്ടുള്ള ഒരു വലിയ ഒരു ചാൻസാണ് അവരുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോൾ PSG ആയിട്ടുള്ള ഗെയിം ഇറ്റ് വിൽ നോട്ട് ബി എ ഈസി ഗെയിം ഫോർ PSG ബയൺ മ്യൂണിക്കുമായിട്ട് കളിക്കുന്ന സമയത്ത് അവർ എന്താ പറയുക, അവർ ലാസ്റ്റത്തെ ഗെയിമിൽ, അതായത് സെക്കൻഡ് ലെഗിൽ കളിച്ചൊരു നല്ല രീതിയിൽ കളിച്ച് ജയിച്ചു. പക്ഷേ ആർസണലുമായിട്ട് കളിക്കുമ്പോൾ അത്രയ്ക്ക് ഈസി ആകാനായിട്ടുള്ളൊരു സാധ്യത ഇല്ല. അതിന് മുമ്പത്തുള്ള ഗെയിമിലാണെങ്കിലും ഫസ്റ്റ് ലെഗിൽ കണ്ടു നമ്മൾ 4-5 ഇതായിരുന്നു ഗോൾസ്, 5 ഗോള് 4 ഗോള് 2 ടീമുകളും അടിച്ചിട്ടുള്ളൊരു ഗെയിമായിരുന്നു. പക്ഷേ അതേപോലുള്ളൊരു ഗെയിം ഒരിക്കലും ആയിരിക്കത്തില്ല ആർസണലുമായിട്ട്. കാരണം നമുക്ക് അറിയാം ആർസണലിൻ്റെ
ഡിഫൻസ് സ്ട്രക്ചർ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അത് ബ്രേക്ക് ചെയ്യാനായിട്ടെന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം പാടുപെടുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു റീസെൻറ്റ് ഹിസ്റ്ററിയിൽ കണ്ടിട്ടുള്ളത്. അപ്പം ഇറ്റ് വിൽ നോട്ട് ബി എ ഹൈ സ്കോറിംഗ് ഗെയിം. അങ്ങനെ ഹൈ സ്കോറിംഗ് ഗെയിം ആർസണലുമായിട്ട് നടക്കത്തില്ല, അത് ഉറപ്പാണ്. അപ്പം ഇറ്റ് വിൽ നോട്ട് ബി ഈസി. PSG ഒട്ടും ഈസി ആയിരിക്കത്തില്ല. ആൻഡ് ആർസണലാണെങ്കിൽ എന്തുവാ, അവരും കട്ടയ്ക്ക് തന്നെ നിന്ന് ഇത് എന്താ പറയുക, ആ ഒരു ഫൈനലിന് വേണ്ടിയിട്ട് അവർ പൊരുതുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇഫ് ദേ ഡു എ ലിറ്റിൽ ബെറ്റർ, ഇതുവരെയ്ക്ക് കളിച്ചതിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും PSG-നെയും തോപ്പിച്ചിട്ട് ആർട്ടേറ്റയുടെ പിള്ളേർക്ക് ആ ചാമ്പ്യൻസ് ലീഗ് അടിക്കാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആർസണലിൻ്റെ ഈ ഒരു വിക്ടറി, പ്രീമിയർ ലീഗ് വിക്ടറി, അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്തുമാത്രം ബാധകം ആകുന്നു എന്നുള്ളത് വെച്ചാൽ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പ്രീമിയർ ലീഗ് കഴിഞ്ഞ 13 വർഷമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് ഏറ്റവും ലോങ്ങസ്റ്റ് ഒരു ടെന്യൂർ ഉണ്ടായിരുന്നെന്ന് വെച്ചിരുന്നാൽ ആർസണലായിരുന്നു. കഴിഞ്ഞ 22 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് അവരുടെ ബാക്കിൽ നിൽക്കുകയാണ്, ആർസണലിൽ കിടപ്പുണ്ട്, അപ്പം അവരെയും കാട്ടി താഴെയാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ ഒരു ഈസി ലെവലിലായിരുന്നു. പക്ഷേ അത് മാറി, ആർസണൽ അത് കാര്യം ബ്രേക്ക് ചെയ്തു. ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വെച്ചാൽ ലോങ്ങസ്റ്റ് സ്ട്രീക്ക് കിടക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 13 വർഷമായിട്ട് നേടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണരേണ്ട ടൈം ആയിരിക്കുന്നത്. ആൻഡ് വി നീഡ് ടു വർക്ക് ഓൺ ദിസ് തിങ്. അതായത് നമ്മുടെ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ 2027-28 സീസൺ, അതായത് അടുത്ത സീസൺ, അതിൻ്റെ അപ്പുറത്തെ സീസൺ, അവിടെയാണ് നമ്മൾ ഒരു കപ്പ് അടിക്കാനായിട്ട് നോക്കുന്നത് എന്നാണ് നമ്മുടെ മിഷൻ. ഒമർ ബറാഡയും പിന്നെ ജെയ്സൺ വിൽകോക്സും ഇനിയോസ് എല്ലാവരും പറഞ്ഞു തന്നാൽ നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ 2027-28 സീസൺ ചാമ്പ്യൻഷിപ്പ് അടിക്കുക എന്നുള്ളതാണ്, പ്രീമിയർ ലീഗ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അടിക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് എ ഗ്രേറ്റ് ട്രാൻസ്ഫർ വിൻഡോ. ഈ വരുന്ന ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ ആകേണ്ടതുണ്ട്. ആൻഡ് അതെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ പതുക്കെ പമ്മി നിന്നിട്ട് ഏറ്റവും അവസാനം നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് നിറച്ച് കളിപ്പിക്കുന്നതിന് പകരം വി ഹാവ് ടു സ്റ്റാർട്ട് ഏർലി. ഈ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞ ഉടനെ തന്നെ വി ഹാവ് ടു ഗെറ്റ് പ്ലെയേഴ്സ്. ഒരു 1-2 പ്ലെയേഴ്സിന് ആദ്യം തന്നെ കൊണ്ടുവരിക. എനിക്കൊന്ന് മത്യാസ് ഫെർണാണ്ടസ് പോർച്ചുഗീസ് ടീമിലേക്ക് വേൾഡ് കപ്പിന് സെലക്ട് ആയിട്ടില്ല. പിന്നെ അതേ കണക്കത്തുള്ള 1-2 പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ നോട്ട് വരുന്ന പ്ലെയേഴ്സുണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള പ്ലെയേഴ്സിനെയൊക്കെ ഈ വേൾഡ് കപ്പ് ഇല്ലാത്തതിൻ്റെ പുറത്ത് വി ഷുഡ് ട്രൈ ടു ഗെറ്റ് ദം അറ്റ് ദി ഏർലിയസ്റ്റ്. പിന്നെ നമ്മുടെ നമ്പർ 1 ടാർഗറ്റ് എലിയട്ട് ആൻഡേഴ്സണൊക്കെ വേൾഡ് കപ്പിന് മുമ്പ് തന്നെ സംസാരിച്ച് ആ ഒരു ഡീലൊക്കെ ഓക്കെ ആക്കി വെക്കാൻ പറ്റുവാണെങ്കിൽ ദറ്റ് വുഡ് ബി ഗ്രേറ്റ്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇനി ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മുടെ ആ 13 പ്രീമിയർ ലീഗ് ഇയേഴ്സ് നമുക്ക് കപ്പടിക്കാത്തത് അത് നിർത്തുക, അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് വി നീഡ് ടു ഗെറ്റ് ദറ്റ് വിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. മൈക്കിൾ കാരിക്കിന് നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു, ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഷുഡ് ബാക്കും. നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ കോച്ചിനെ കൊണ്ടുവരും, പക്ഷേ അവർ ആഗ്രഹിക്കുന്ന പോലത്തുള്ള പ്ലെയേഴ്സിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാതെ പോകുന്നു. അതും എന്താ പറയുക, പ്ലാൻ എ പ്ലാൻ ബി ഒന്നുമല്ല. ഏറ്റവും അവസാനം പ്ലാൻ ഡിയും ഇയിൽ കിടക്കുന്ന പ്ലെയേഴ്സിനെ ആയിരിക്കും ഏറ്റവും അവസാനം കൊണ്ട് കൊടുത്തിട്ടാ ഓക്കെ ഇവരെ വെച്ച് കളിക്കുക എന്ന് പറയുന്നത്. അപ്പം അതായിരിക്കരുത് ഇനി അങ്ങോട്ടേക്കുള്ളത്. ഇഫ് വി ഹാവ് എ പ്രോപ്പർ പ്ലാൻ വി നീഡ് ടു എക്സിക്യൂട്ട്. ആ വിന്നിങ് ടേക്സ് മണി. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഡെക്ലൻ റൈസ് എന്നുള്ളൊരു പ്ലെയർ ആർസണലിലേക്ക് വന്നു കഴിഞ്ഞിരുന്നപ്പം അത് മുതലാണ് അവരുടെ ടീം ഇമ്പ്രൂവ് ആയത്. ആ മിഡ്ഫീൽഡിൽ ആ ഒരു 100 മില്യൺ പ്ലെയർ വന്നതോടുകൂടി ആ മിഡ്ഫീൽഡിൻ്റെ മുഖം മാറി ആൻഡ് ഇൻറ്റൻസിറ്റി മാറി. മൊത്തത്തിൽ ഇവർ ഇപ്പോൾ കാണുന്ന ഈ ഉയർച്ചയുടെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഡെക്ലൻ റൈസ് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡെക്ലൻ റൈസിനെ പോലുള്ള ഒരു പ്ലെയറാണ് എലിയട്ട് ആൻഡേഴ്സൺ. സോ ഇഫ് വി നീഡ് ടു സ്പെൻഡ് ഒരു 100 മില്യൺ ഫോർ എലിയട്ട് ആൻഡേഴ്സൺ കൊടുക്കുക, അത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ബിക്കോസ് വിന്നിങ് ഡെഫിനറ്റ്ലി ടേക്സ് മണി. അപ്പം ആ ചാമ്പ്യൻഷിപ്പ് അടിക്കണമെങ്കിൽ, പ്രീമിയർ ലീഗ് അടിക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു സ്പെൻഡ് മണി. പൈസ കൊടുത്തിട്ടേ നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ചീപ്പായിട്ട് അങ്ങ് കൊടുത്ത് അങ്ങ് ചാമ്പ്യൻഷിപ്പ് അടിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. സോ സംടൈംസ് വി ഹാവ് ടു സ്പെൻഡ്. നല്ല ടാലൻറ്റ് വരുമ്പം അതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് കാണുമ്പം അതിന് ഇച്ചിരി എക്സ്ട്രാ മണി സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും അത് കൊണ്ടുവരിക. കാരണം എലിയട്ട് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 10 ഇയേഴ്സിലേക്ക് നമുക്ക് ഉള്ള ഒരു പ്ലെയറാണ് ഇഫ് വി ക്യാൻ ബ്രിങ് ഹിം. സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു എലിയട്ട് ആൻഡേഴ്സൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരാനായിട്ടുള്ളൊരു സാധ്യത കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം പെപ്പ് പോകുന്നു, പിന്നെ അതിനുശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ 115 ചാർജസ്, ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കത് പറഞ്ഞ് കൺവിൻസിങ് ആക്കാൻ പറ്റുവാണെങ്കിലും ആൻഡ് ഇഫ് വി ക്യാൻ പുട്ട് അക്രോസ് എ പ്രോജക്റ്റ് ടു എലിയട്ട് ആൻഡേഴ്സൺസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിരുന്നാലും ഉറപ്പായിട്ടും എലിയട്ട് ആൻഡേഴ്സനെ തൂക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ
ആർസണൽ ഈ കപ്പ് അടിച്ചതിൻ്റെ ഒരു സാഹചര്യത്തിൽ അത് ഒരു വേക്കപ്പ് കോൾ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. നമുക്ക് നമ്മുടെ ടീം ഈ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെയാണ് ആർസണലിൽ കയറി വന്നത്. മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ മാനേജർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, എന്തുമാത്രം പ്രശ്നങ്ങൾ വന്ന സമയത്തും മാനേജറിനെ കീപ്പ് ചെയ്തു, അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്നു, എല്ലാം അവർ ചെയ്തിട്ടാണ് അവർ കപ്പടിച്ചത്. സോ ആ ഒരു മാതൃക നമുക്കും കാണിക്കാം എന്നുള്ളതാണ്. നല്ലൊരു മാതൃക തന്നെയാണ്, അല്ലാതെ ചുമ്മാ വേറെ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരു ഫ്ലൂക്കൊന്നുമല്ല, അത് പ്രൂവണാണ്. അത് ഗ്രാജുവലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് അവർ ചാമ്പ്യൻഷിപ്പ് അടിച്ചതാണ്. അപ്പം അങ്ങനത്തെ ഒരു നല്ല മാതൃകയൊക്കെ നമുക്ക് നമ്മുടെ ടീമിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വൺസ് അഗെയിൻ ആർസണൽ സപ്പോർട്ടേഴ്സ്, കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ 22 വർഷത്തെ ആ കാത്തിരിപ്പിന് വിരാമമിട്ട് ആ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുകയാണ്. സോ കൺഗ്രാജുലേഷൻസ്. എനിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ആർസണൽ കപ്പടിക്കണം എന്ന് തന്നെയായിരുന്നു. കാരണം എത്രയോ വർഷങ്ങളായിട്ട് സിറ്റി തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം പല ആൾക്കാരുടെയും ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ പെപ്പും സർ അലക്സ് ഫെർഗ്യൂസണും ഉള്ളതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ബ്രേക്ക് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നല്ലതായിരിക്കും. അത് പ്രീമിയർ ലീഗിനും നല്ലതാണ്, നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ അത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ഒരു കാര്യത്തിൽ? ആർസണലിൻ്റെ ഈ ഒരു വിക്ടറിയുടെ കുറിച്ചിട്ടുള്ള കമൻസ് ഇതിനകത്ത് ഇടാം. ആൻഡ് ആർസണൽ ഫാൻസ്, ഞാൻ നിങ്ങളോടും പറയാണ്, നിങ്ങളുടെ ഈ വിക്ടറി ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, ആർട്ടറ്റയ്ക്ക് എന്തുമാത്രം സപ്പോർട്ട് ഈ ടീം കൊടുത്തതിനെ കുറിച്ചിട്ടും പ്ലെയേഴ്സിൻ്റെ എന്താ പറയുക ഡെഡിക്കേഷൻ, അവരുടെ കമ്മിറ്റ്മെൻറ്റ്, ഇതിനെക്കുറിച്ചിട്ടാണെങ്കിലും കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.